മാത്യു കൊഴുന്താടൻ ഇങ്ങനെയല്ല. അദ്ദേഹം എല്ലാ ദിവസവും വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹം അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്താറുമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഓൺലൈൻ സ്ഥാപനങ്ങളുണ്ട്. അതിൽ അദ്ദേഹത്തെക്കുറിച്ച് വാർത്തകൾ വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മുടി എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതി എന്താണ്, അദ്ദേഹം വാദിച്ച കേസുകൾ ഏതൊക്കെ തുടങ്ങിയ വാർത്തകളൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം നിരന്തരമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളും കൂടിയാണ്. എന്നാൽ അടുത്ത കാലത്ത് മാത്യു കൊഴുന്താടനെ കുറിച്ച് ഒന്നും കേൾക്കുന്നില്ല. എന്തേ കേൾക്കാത്തത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: കൊഴുന്താടന് ഹൈക്കോടതിയുടെ വിമർശനം. ഡൽഹിയിൽ പോകുന്നത് പോലെ എളുപ്പമല്ല കാനന പാത തുറക്കാൻ. ഇത് പറഞ്ഞത് കോടതിയാണ്, കോടതിയുടെ വാക്കുകളാണ്. ഡൽഹിയിൽ പോകുന്നത് പോലെ എളുപ്പമല്ല കാനന പാത തുറക്കാൻ എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ശബരിമല കാനനപാത നവംബർ 15 തുറന്നു നൽകണമെന്ന ഹർജിയിൽ വക്കാലത്തുമായി എത്തിയ മാത്യു കൊഴുന്താടൻ MLA വിമർശിച്ച് ഹൈക്കോടതി. കാനനപാത തുറക്കുകയെന്നത് ഡൽഹിയിൽ പോകുന്നത് പോലെ എളുപ്പമല്ലെന്ന് കോടതി പറഞ്ഞു. ഹർജിക്കാരൻ ദർശനത്തിന് എത്തുന്നതിന് മുമ്പേ കാനനപാത തുറക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നും ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. മാത്യു കൊഴുന്താടനെ പോലൊരാൾ വാദിക്കാൻ വരുമ്പോൾ വിഷയത്തിൽ എല്ലാ വശങ്ങളും പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയെന്ന് ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. കാലാവസ്ഥ, കാട്ടിലെ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ, മറ്റ് സാഹചര്യങ്ങൾ എല്ലാം കാനനപാത തുറക്കുന്നതിൽ പരിഗണിക്കേണ്ടതുണ്ട്. പാത തുറക്കുന്നതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ ഹർജി അതിന് കാരണമായെന്നും കോടതി വ്യക്തമാക്കി. 17 മാത്രമേ പാത തുറക്കൂവെന്ന് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു എന്നാണ് വാർത്ത. ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. അതാണ് മാത്യു കൊഴുന്താടന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത്. അത് മറ്റൊന്നുമല്ല, ഇങ്ങനെയാണ്: മാത്യു കൊഴുന്താടനെ പോലൊരാൾ വാദിക്കാൻ വരുമ്പോൾ വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയെന്ന് ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. എന്തോ ദേവസ്വം ബെഞ്ചിന് കാര്യങ്ങൾ അത്ര മനസ്സിലായില്ല എന്ന് തോന്നുന്നു. മാത്യു കൊഴുന്താടന് വാദിച്ച കേസുകളൊക്കെ തോറ്റുപോകുന്ന അവസ്ഥയുണ്ട്. പണ്ട് KM ഷാജി പറഞ്ഞത് മാത്യു കൊഴുന്താടനോട് കളിക്കേണ്ട, അദ്ദേഹത്തിന് സ്വന്തമായി വക്കീൽ ഓഫീസുണ്ട് എന്നാണ്. അദ്ദേഹത്തോടൊപ്പം നിരവധി വക്കീലന്മാരുണ്ട് എന്നാണ്. എന്നാൽ CMRL കേസിൽ നാം അത് കണ്ടതാണ്. മാസപ്പടി കേസിൽ നാം അത് കണ്ടതാണ്. വക്കീലന്മാരെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് സുപ്രീം കോടതിയിൽ വരെ പോയി കേസ് വലിച്ചെറിഞ്ഞത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച സംഭവമാണ്. അത് പൊളിച്ചു കൊടുത്തത് മാത്യു കൊഴുന്താടനാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. വലിയൊരു രാഷ്ട്രീയ ആയുധം അത് ഇല്ലാതാക്കി മാത്യു കൊഴുന്താടൻ എന്നാണ്. CMRL കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി വരെ പോയി മാത്യു കൊഴുന്താടൻ. എല്ലാ സ്ഥലത്തൊന്നും ഹർജി തള്ളി. സ്വാഭാവികമായും കോൺഗ്രസ് ഒരു ആയുധമാക്കി കൊണ്ടു നടക്കാൻ ആഗ്രഹിച്ച കാര്യമാണ്. കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടുകൂടി അതിനെക്കുറിച്ച് മിണ്ടാൻ കഴിയുന്നില്ല. മാത്യു കൊഴുന്താടൻ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല കരുതിയത്. കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി കിട്ടുമെന്നാണ്. അദ്ദേഹം ഓരോ വിധി വരുമ്പോഴും വാർത്താ സമ്മേളനം നടത്തി പറയുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് ഒറ്റപ്പെട്ടു. നാട്ടുകാർക്കും മനസ്സിലായി മാത്യു കൊഴുന്താടൻ എന്ന് പറഞ്ഞത് ഊതി വീർപ്പിച്ച ഒരു ബലൂണാണ് എന്ന്. അതോടുകൂടി മാത്യു കൊഴുന്താടൻ എന്തെങ്കിലും പറഞ്ഞാൽ മാധ്യമങ്ങൾ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെയായി. അതാണ് മാത്യു കൊഴുന്താടനെ കഴിഞ്ഞ കുറച്ചു കാലമായി എവിടെയും കാണാത്തത്. മാധ്യമങ്ങളിലൊന്നും മാത്യു കൊഴുന്താടൻ പറഞ്ഞു, മാത്യു കൊഴുന്താടൻ ചൂണ്ടിക്കാട്ടി എന്നൊന്നും കാണാത്തത്. അതാണ് മാത്യു കൊഴുന്താടൻ എന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമർശനം നടത്തിയത്. കാര്യങ്ങൾ പഠിച്ചിട്ട് വരുന്ന ആളായിരിക്കുമെന്നാണ് വിചാരിച്ചത് എന്ന്. അത് കോടതിയുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്, അതല്ല അനുഭവം. പക്ഷേ ഈ വാർത്തയിലൂടെ വീണ്ടും മാത്യു കൊഴുന്താടൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്നതുകൂടി ഒരു പ്രത്യേകതയുണ്ട്. അതും ശബരിമലയെ സംബന്ധിച്ചുള്ള വാർത്തയായതുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്തയായി വന്നിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും നൽകിയിട്ടില്ല. മാത്യു കൊഴുന്താടന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഈ വാർത്ത നൽകില്ല. കാരണം തിരിച്ചടിയാണ് മാത്യു കൊഴുന്താടന്, അതുകൊണ്ട് തന്നെ നൽകാൻ സാധ്യതയില്ല. എന്നാൽ ചില മാധ്യമങ്ങൾ അത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിലും മാത്യു കൊഴുന്താടൻ ഇവിടെയുണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം.